ഒരു ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് തൻ്റെ ബിസിനസ് പിന്നീട് റീബ്രാൻഡ് ചെയ്യണം എന്നുള്ളത്. കാരണം റീബ്രാൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും ബിസിനസ്സുകാരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും കാലം മാർക്കറ്റിലുള്ള ആ ഒരു ഐഡന്റിറ്റി തന്നെ ടോട്ടലി മാറ്റുന്ന ഒരു പ്രോസസ്സ്. അപ്പം ആൾക്കാർ ഇത്രയും കാലം ഈ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്തു, ഈ ഒരു ഐഡന്റിറ്റി വെച്ചുകൊണ്ട് ഇനി ഈ ഒരു റെക്കഗ്നീഷൻ കിട്ടത്തില്ല എന്നുള്ളൊരു ഭയം പലപ്പോഴും ഈ പറയുന്ന റീബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഓണ്ടർപ്രണേഴ്സിന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റീബ്രാൻഡിങ് ഒരിക്കലും ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പല സാഹചര്യങ്ങളിലും അവർ റീബ്രാൻഡ് ചെയ്യാനായിട്ട് നിർബന്ധിതരാവാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് റീബ്രാൻഡിങ്, എങ്ങനെയെല്ലാം റീബ്രാൻഡിങ് ചെയ്യാം, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കൂടെ ജീവൻ ചേരുന്നുണ്ട്. ജീവൻ നമസ്കാരം. ജീവൻ, പൊതുവെ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്. ഒന്ന് റീഡിസൈനും മറ്റൊന്ന് റീബ്രാൻഡിങ്ങും. അപ്പം എന്താണ് ഈ റീഡിസൈനിങ്ങും റീബ്രാൻഡിങ്ങും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഒരു ലേമൻ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ? നമുക്ക് റീബ്രാൻഡിങ് എടുക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ കോർ സാധനങ്ങളൊക്കെ, അതായത് കോർ ഐഡന്റിറ്റി, മിഷൻ, അവരുടെ വാല്യൂസ്, നെയിം, ടാർഗറ്റ് മാർക്കറ്റ്, ഇതിനൊക്കെ നമ്മൾ മാറ്റുന്ന ഒരു പ്രോസസ്സിന് നമുക്ക് റീബ്രാൻഡിങ് എന്ന് പറയാം. അതിനകത്ത് അതിൻ്റെ ഡിസൈൻ ചേഞ്ചസും ഇൻക്ലൂഡഡ് ആവാം. പക്ഷേ ഒരു റീഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വിഷ്വലി ഉള്ള കളേഴ്സോ ലോഗോസോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് മാറ്റുന്നതെങ്കിൽ അതിനെ റീഡിസൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് റീബ്രാൻഡിങ് ഹൂ യു ആർ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ റീഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, റീഡിസൈനിങ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ലുക്ക് ചെയ്യുന്നത്, ഹൗ ഡു യു ലുക്ക് എന്നുള്ള സാധനത്തിന് ചേഞ്ച് ചെയ്യുന്നു. ഈ രണ്ട് വ്യത്യാസമാണ് നമുക്ക് തമ്മിൽ പറയാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ റീഡിസൈനിങ് ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ FMCG പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വർഷമുള്ള ഡിസൈൻ ആയിരിക്കത്തിൽ അവർ അടുത്ത വർഷം അവർ ചെയ്യുന്നു, പുതിയൊരു ഡിസൈനിലേക്ക് അവർ മാറാറുണ്ട്, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്, പലപ്പോഴും ചിലത് മിനിമൽ ആക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ റീഡിസൈനിങ് എന്ന് പറയും. പക്ഷേ റീബ്രാൻഡിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോറായിട്ട് കമ്പനിയുടെ മിഷനും എല്ലാം മാറ്റി ഓഡിയൻസിനെ ഒന്ന് കംപ്ലീറ്റ് മാറ്റി ആ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ തന്നെ ചേഞ്ച് വരുത്തുന്ന ഒരു കാര്യമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഈ ലീഗൽ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പലപ്പോഴും ഒരു പേര് എടുത്തത് തെറ്റായി പോയി, ആ പേര് നമുക്ക് ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് കിട്ടത്തില്ല. സോ ഈ സാഹചര്യത്തിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല, ടോട്ടൽ നമുക്ക് ഈ പറയുന്ന നെയിം ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട് നമ്മുടെ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെയാണ് ഈ ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇനി ഇപ്പം ലീഗൽ വിഷയം പറഞ്ഞു, അതല്ലാതെ വേറെന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ റീബ്രാൻഡിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നമുക്ക് ഇതിനകത്ത് ഈ റീബ്രാൻഡിങ്ങിനകത്ത് തന്നെ നമുക്ക് റീഡിസൈനിങ് ചിലപ്പോൾ വന്നെന്നിരിക്കാം. അപ്പോൾ ആ കേസും കൂടെ അത്. അപ്പോൾ നമ്മൾ ജനറലി റീബ്രാൻഡിങ് നോക്കുകയാണെങ്കിൽ പലപ്പോഴും എന്താണ് റീബ്രാൻഡിങ് എന്ന് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ നമ്മുടെ ബിസിനസ് മറ്റുള്ളവരുമായിട്ട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ബ്രാൻഡിങ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഇപ്പോഴും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ആണ് എന്നാണെങ്കിൽ നമുക്ക് റീബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ റീഡിസൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷെ ഇതല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം അല്ല ഈ ഒരു സ്റ്റേജിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ല. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ മാറ്റം വന്ന ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ റീബ്രാൻഡിങ്ങിനെ കുറിച്ചും റീഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. അപ്പോൾ ഞാൻ ജനറലി ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇപ്പം റീബ്രാൻഡിങ് എന്ന ടേം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും അതിൽ വന്നേക്കാം. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു കസ്റ്റമർ ബേസ് നമ്മുടെ ബ്രാൻഡിൻ്റെ ചേഞ്ച് ആയെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്കറിയാം ജെൻസി ആണ് ഇപ്പോഴത്തെ ഒരു തരംഗം. അപ്പോൾ അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടി വരുന്നു, ഭാവിയിൽ അവരായിരിക്കും പർച്ചേസിങ് കൂടുതൽ നടത്തുക. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, അല്ലെങ്കിൽ അവർ നമ്മൾ ഇത്ര നാൾ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് അവരിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ട്രെൻഡും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു കസ്റ്റമറിലൊരു മാറ്റം വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൊറോണ പോലത്തെ ഒരു ഇഷ്യൂ വരുന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധം വരുന്നു. ഇത്തരം പല സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാരുടെ ബൈയിങ് പാറ്റേൺ മാറ്റം വരാം, അവരുടെ ടേസ്റ്റ് മാറ്റം വരാം, അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷനിൽ മാറ്റം വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഓഡിയൻസിലൊരു മാറ്റം വരുന്നത് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു റീബ്രാൻഡിങ്ങിലേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലീഗലി നമ്മളൊരു മറ്റു ബിസിനസ്സുമായിട്ട് വേണമെങ്കിൽ മെർജ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ ക്ലാഷ് വരുന്നു. അപ്പോൾ ഇത് പിന്നീടൊരു ബുദ്ധിമുട്ടാവും എന്ന പ്രതീക്ഷിച്ച് നമ്മൾ ഒരു പുതിയ റീബ്രാൻഡിങ്ങിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് ഒരു നെയിം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല ആൾക്കാരും ഇനിഷ്യലി 1-2 പ്രൊഡക്റ്റ് ആയിരിക്കും പ്ലാൻ ചെയ്യാം. അപ്പോൾ ഒരു സ്നാക്ക് ബ്രാൻഡ് എന്ന ലെവലിലായിരിക്കും അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പിന്നീട് അത് മറ്റ് ഫുഡ് പ്രൊഡക്ട്സിലേക്ക് വരുന്നു, അത് സക്സസ്ഫുള്ളായി. അപ്പം ഇനി ഈ പേര് സ്റ്റിക്ക് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഈ പേരും ഇനി വരുന്ന പ്രൊഡക്റ്റും തമ്മിൽ ചിലപ്പം വലിയ വ്യത്യാസം ഉണ്ടാവാം.
അപ്പം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ നെയിം ഈ പേരിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഒരു മൊത്തം ചേഞ്ചിലേക്ക് മാറ്റേണ്ട അവസ്ഥ വരുന്ന സമയത്തും റീബ്രാൻഡിങ്ങിലേക്ക് പോകാം. അല്ലെങ്കിൽ ഒരു പുതിയൊരു കോമ്പറ്റീറ്റർ പെട്ടെന്ന് വന്നു. അപ്പം നമ്മുടെ കംപ്ലീറ്റ്ലി ഒറ്റ രാത്രി കൊണ്ട് കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആക്കുന്ന ലെവലിലൊരു ഡിസൈനും കൊണ്ടൊക്കെയാണ് അവർ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അത്രയും അവർ വലിയ രീതിയിൽ സെയിൽസ് കൊണ്ടുവന്നു. ഓൺലി ഡ്യൂ ടു ദ ബ്രാൻഡിങ്ങിൻ്റെ ഒരു കപ്പാസിറ്റി കൊണ്ട് മാത്രം അവർ നമ്മൾ ഔട്ട് ഗ്രോ ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ചില യൂട്യൂബേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ടെക് യൂട്യൂബർ ആയിട്ടായിരിക്കും. അവസാനം വന്ന് അവർ ഫുഡ് മാത്രമായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ട്രാവൽ മാത്രമായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധമില്ലാത്ത വേറൊരു സാധനമായിരിക്കും ചെയ്യുക. അവർ ഇവോൾവ് ചെയ്ത് വന്നു. പക്ഷെ ഇപ്പോഴും പഴയ പേര് തന്നെയായിരിക്കും അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു പേരെടുത്തു, ആ ഒരു സാധനം ചെയ്തു വന്നു, പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കമ്പനി തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് നെയിം തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാം. പക്ഷേ കൂടുതൽ നമുക്ക് റീബ്രാൻഡിങ് വരുന്നത് ഈ ഓണ്ടർപ്രണേഴ്സ് ഇനിഷ്യലി ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ വെച്ചിട്ടായിരിക്കും. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യത്തില്ല, കസ്റ്റമേഴ്സിനെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ട് നെയിം സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ട് പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് ഇറക്കും, പക്ഷേ അവർക്ക് സെയിൽസ് നടക്കില്ല. സോ ഈ സാഹചര്യത്തിൽ റീബ്രാൻഡ് ചെയ്ത് പുതിയ രീതിയിൽ ഇറക്കാനായിട്ട് അവർ നിർബന്ധിതരാകും. അപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. ഓണ്ടർപ്രണേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് റീബ്രാൻഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് ഇന്ന് നടക്കുന്നത്. പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പല ആൾക്കാരോട് ഞാൻ ഇങ്ങനെ റീബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ റീബ്രാൻഡ് ചെയ്യുന്ന ചോദിക്കുന്ന സമയത്ത് പറഞ്ഞ റീസൺ ഇത് കുറേ കാലം ഇങ്ങനെ പോകുന്നു, അപ്പം ഒരു മാറ്റം, അതായത് ഈ ഒരു ബോറടി കൊണ്ടല്ല, ഇത് കണ്ട് മടുത്തു, അതുകൊണ്ട് പുതിയ സാധനം വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനമാണ് ഇപ്പോൾ അത് കൺവേ ചെയ്യുന്നെങ്കിൽ റീബ്രാൻഡിങ്ങിൻ്റെ ആവശ്യം പലപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ അതൊരു ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു ആൾ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പം ഈ പറഞ്ഞ പോലെ പ്രത്യേക റീസൺ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു പ്രീമിയം ലുക്കിലേക്ക് നമുക്കിത് കൊണ്ടുവരാമെന്നാണ്. പക്ഷേ ആ യൂസ് ചെയ്തേക്കുന്ന ആ പാക്കറ്റിനകത്ത് നമുക്ക് ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇവർക്ക് പ്രീമിയം ആക്കിയാൽ പ്രൈസ് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യാനോ ഒന്നും ഇൻട്രസ്റ്റും ഇല്ല. അപ്പം അങ്ങനെയുള്ള റീബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണത്തെക്കാളും ദോഷമേ ചെയ്യത്തുള്ളൂ. റീബ്രാൻഡിങ്ങിൽ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് പ്രീമിയം ആക്കുക എന്നുള്ളതാണ്. ആ പ്രീമിയം ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബിസിനസ്സുകൾ നടക്കും, പ്രീമിയം ആക്കിയാലേ നമുക്ക് ബിസിനസ്സിൽ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു ധാരണ, അത് ശരിക്കും തീർത്തും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. എക്കോണമി പ്രൊഡക്റ്റും എത്രയോ എക്കോണമി പ്രൊഡക്റ്റ് ബ്രാൻഡ്സ് നമ്മുടെ നാട്ടിൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പം പ്രീമിയം ആണ് എല്ലാം എന്നുള്ളൊരു ധാരണ പലപ്പോഴും തെറ്റാണ്. പ്രീമിയം ആക്കുന്നത് തെറ്റില്ല, പക്ഷേ ആ ഒരു മാർക്കറ്റിൽ ആ ഒരു ഓഡിയൻസിന് അടുത്തായിരിക്കണം ഇത് പിച്ച് ചെയ്യേണ്ടത്. ഇത് പ്രീമിയം ബ്രാൻഡിങ്ങും ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഒരു ലോക്കൽ കടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ വലിയ ബ്രാൻഡാണ്, വലിയ കാശാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കണം പോലും ഇല്ല. ഇനി നമുക്കറിയാം ഈ റീബ്രാൻഡിങ് എന്ന് പറയുന്ന അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണല്ലോ. നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന ഒരു റീഡിസൈൻ പോലെ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇതിന് ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട്, എത്ര സമയം ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടതാവും ആയിട്ട് വരും? നമുക്കത് പെട്ടെന്ന് ബ്രാൻഡിനെ സ്റ്റോപ്പ് ചെയ്ത് റീബ്രാൻഡ് ചെയ്തിട്ട് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, അതോ ഇതൊരു ത്രൂ ഔട്ട് ദ പ്രോസസ് അങ്ങനെ നടക്കേണ്ടതാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്? നമുക്ക് ഇപ്പം ഇതൊരു എൻ്റർപ്രണേഴ്സിന് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സ്പേർട്ട് സ്ട്രാറ്റജിസ്റ്റ് അവരുടെ കൂടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അത് മിനിമം ഒരു ടൈം പീരീഡ് എടുക്കും. അത് ഓരോ ബ്രാൻഡും അതിൻ്റെ പർപ്പസും അനുസരിച്ച് ആ ടൈം പീരീഡിൽ മാറ്റം വരാം. പക്ഷേ ബേസിക്കലി ഒരു എൻ്റർപ്രണർ അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ സ്വയം ഒന്ന് ഈ പറഞ്ഞ പോലെ റീബ്രാൻഡിങ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഒന്ന് ഡിസൈഡ് ചെയ്യുക. അപ്പം ബേസിക്കലി ചിന്തിക്കേണ്ടതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺസിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് വന്നിട്ടുണ്ടോ, 1. 2, അതിനുശേഷം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. നമ്മൾ സാധാരണ ബ്രാൻഡിങ്ങിന് പറയാറുണ്ട്, നമ്മൾ റൂമിലില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നോ അതാണ് നമ്മളെ ബ്രാൻഡ് എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മളോടല്ലാണ്ട് മറ്റുള്ളവരോട് എന്താണ് പറയുന്നത്, അത് പല രീതിയിൽ നമുക്ക് ഒരു കണ്ടുപിടിക്കേണ്ടി വരും. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരോടും നമ്മളല്ലാണ്ട് മറ്റൊരാളെ കൊണ്ടൊക്കെ ചോദിപ്പിച്ചോ അല്ലെങ്കിൽ സർവേ ഒക്കെ നടത്തിയിട്ടൊക്കെ പല രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്താണ് നമ്മളെ ബ്രാൻഡിനോടുള്ള ഇപ്പോഴത്തെ ഒരു പെർസെപ്ഷൻ, ഇത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ഫസ്റ്റ്. ദെൻ നമ്മുടെ ബിസിനസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം സ്റ്റാൻഡ് ചെയ്യുന്നത്, നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്,
നമ്മൾ ഓൾഡ് വേർഷനൊക്കെ മാറ്റി വെച്ച് നമ്മളൊരു പുതിയ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ കോറായിട്ടുള്ള നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എഴുതി വെക്കാം. ആൻഡ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മുമ്പ് ഇത്രയും കാലം ചെയ്ത എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ സംരംഭകന് തന്നെ എനിക്ക് ഏറ്റവും അധികം ധാരണ. അപ്പം അവിടെ വർക്കായത് എന്തൊക്കെയാണ്, വർക്ക് ആവാത്തത് എന്തൊക്കെയാണെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യണം. കാരണം ഇതും നമ്മൾ പുതിയൊരു ബ്രാൻഡ് സ്ട്രാറ്റജിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഇൻപുട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പൊരു ഫിഷ് ബ്രാൻഡിൻ്റെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഓർമ്മയുണ്ട്, നമ്മൾ ഇനിഷ്യലി ഡിസൈൻ ചെയ്ത ഒരു വൈറ്റ് കളർ കൂടുതലുള്ളൊരു പാക്കറ്റായിരുന്നു. അപ്പം അവർ തന്നൊരു ഇൻപുട്ടായിരുന്നു, ഇവരിത് ഈ വൈറ്റ് കളറുള്ള സാധനം ഷെൽഫിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് മിക്കവാറും ഈ ഫിഷ് ഫുഡ് കൊണ്ടുവെക്ക പെറ്റ് ഷോപ്പിലൊക്കെ ആയിരിക്കും, അവിടെ പൊടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പഴയ പ്രൊഡക്റ്റ് എന്ന പോലെ തോന്നുന്നുണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് അവർ തന്നു. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മൾ ആ സ്ട്രാറ്റജി മാറ്റി അതൊരു കുറച്ചും കൂടെ മറ്റ് കളറിലേക്ക് വന്ന് അത് ഗ്ലോസി ആക്കി, അപ്പം പൊടിയിൽ പറ്റി പിടിക്കാണ്ടിരിക്കുന്ന ലെവലിൽ പ്ലാനിലേക്കൊക്കെ പോയി. അപ്പോൾ ഇത്തരത്തിൽ ഈ എൻ്റർപ്രണറിനായിരിക്കും ഇവരുടെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും മുമ്പുണ്ടാക്കിയ മിസ്റ്റേക്സിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ചും നമ്മളൊരു നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് നമുക്ക് അങ്ങനെ പറയാനുള്ളത് എന്നുള്ളത്. ദെൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫ്രഷ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു റീഡിസൈൻ ആണോ വേണ്ടത്, ബ്രാൻഡാണോ വേണ്ടതെന്ന് ചിന്തിക്കേണ്ടി വരും. ചിലപ്പം ഒരു റീഡിസൈൻ തന്നെ മതിയായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ലോഗോയോ അല്ലെങ്കിൽ കളറോ ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണത് പല പുതിയ ഐക്കണായിട്ട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് പ്രൊഫൈൽ ഫീച്ചർ ഇടുന്ന സമയത്തൊക്കെ അതിൽ പ്രശ്നം വരുന്നു എന്നുള്ളത് മാത്രമേ ചിലപ്പോൾ ഒരു പ്രശ്നം, ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും. അപ്പം അതിന് ചിലപ്പോൾ ഒരു ഡിസൈൻ റീഫ്രഷ് മതിയായിരിക്കും. ഇപ്പം നമ്മൾ ചില ബ്രാൻഡ്സിൻ്റെ അങ്ങനെ ഡിസൈൻ റീഫ്രഷ് ചെയ്തിട്ടുണ്ട് അവരുടെ. കാരണം പലപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് ഒരു ലോഗോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് റെക്കഗ്നീഷൻ തന്നെ പോയി കിട്ടും, ആൾക്കാർക്ക് മനസ്സിലാവില്ല ആ ബ്രാൻഡാണെന്ന് പോലും. അപ്പം അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള സുജിന് ഓർമ്മയുണ്ട് ഒരു ബ്രാൻഡിൻ്റെ നെയിം. അപ്പോൾ ആ നെയിം അവർക്ക് ട്രേഡ് മാർക്ക് കിട്ടില്ല, പക്ഷെ എൻ്റയർലി ഇത് മാറ്റണം. പക്ഷെ മറ്റ് സംഭവങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല, മാറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതാക്കാനും പറ്റില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ മാറ്റം വരുത്തി അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പേരിലേക്കൊക്കെ വന്നിട്ട് ചെയ്തൊരു പ്രോസസ്സ് ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ഡിസൈഡ് ചെയ്യുക. ദെൻ പലപ്പോഴും ആൾക്കാർ ചെയ്യാത്തൊരു കാര്യം, ഒരു വലിയ ടീമൊക്കെ ഉള്ള ഒരു ടീമാണെങ്കിൽ എൻ്റെ ടീമിന് നമ്മൾ ഈ കംപ്ലീറ്റ് റീബ്രാൻഡിങ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഇപ്പം നമ്മൾ ഒരു ഡിസൈൻ ചേഞ്ചിന് അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു കോർ വാല്യൂ ഒരു അതോറിറ്റേറ്റീവ് ബ്രാൻഡിൽ നിന്ന് അവരൊരു കുറച്ചും കൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ബ്രാൻഡിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സ്റ്റാഫും അത്രയും കസ്റ്റമർ ഫ്രണ്ട്ലി ആവണം. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് പോലുള്ള കാര്യങ്ങൾ അവരെ ഓൺബോർഡ് ചെയ്യേണ്ട പ്രോസസ്സൊക്കെ ചെയ്യണം. അതിനുശേഷമായിരിക്കണം ഇത് പബ്ലിക്കിൽ അനൗൺസ് ചെയ്യേണ്ട ഒരു കാര്യം പോലും. ദെൻ നമ്മളൊരു എക്സ്റ്റേണൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കുക. കാരണം നമ്മൾ ഇൻസൈഡ് ഇരുന്നുകൊണ്ട് പലതും നമുക്ക് കാണാൻ പറ്റില്ല, നമുക്കൊരു പുറത്തുനിന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും അതിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കി തരിക, ഇത് ഇന്ന പ്രശ്നമുണ്ടെന്നൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു കുറച്ച് സ്റ്റെപ്പ് എടുത്ത ശേഷം മാത്രം ഈ ഒരു സ്ട്രാറ്റജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ളതായിരിക്കും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ്. ഒരുപാട് ഈ പറയുന്ന റീബ്രാൻഡിങ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ട്, ഫെയിലിയർ ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അപ്പം അത്തരത്തിൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗ്യാപ്പ് ടെക്സ്റ്റൈൽ ക്ലോത്തിങ്ങിൻ്റെ. അപ്പം അവർ 2010 അവരുടെ ലോഗോ ഒന്ന്, കാരണം കുറേ ആയല്ലോ, ജീവൻ പറഞ്ഞ പോലെ തന്നെ കണ്ട് മടുത്തല്ലോ, നമുക്കൊന്ന് വേറെ രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ലോഗോ കംപ്ലീറ്റ് മാറ്റി. എത്രയോ മില്യൺസ് അവർക്ക് ചിലവായി, കാരണം എല്ലാ ഔട്ട്ലെറ്റ്സിലും അവർക്ക് ലോഗോ ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്തു, വലിയ രീതിയിൽ സെയിൽസിൽ ഡ്രോപ്പ് ഉണ്ടായി. വിത്തിൻ ഫ്യൂ മന്ത്സ് അവർക്ക് പഴയ ലോഗോയിലേക്ക് തന്നെ, പഴയ ഐഡന്റിറ്റിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു അവസ്ഥ വന്നു. അപ്പം അങ്ങനെയുള്ള ഫെയിലിയർ സ്റ്റോറീസും ധാരാളം നമ്മുടെ നാട്ടിൽ. ഇപ്പം റീബ്രാൻഡിങ് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ല, പരാജയപ്പെടാം. അത്തരത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറെ ബ്രാൻഡുകളും ഇല്ല. ഇപ്പം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഓൾഡ് സ്പൈസ് അത്തരത്തിലൊരു ബ്രാൻഡ് ആയില്ലേ. നമുക്കറിയാം, എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഓൾഡ് സ്പൈസ് പറഞ്ഞാൽ പണ്ട് ഗൾഫിൽ നിന്നുള്ളവർ വരുന്ന സമയത്ത് ഇതിൻ്റെ ബോട്ടിൽ, ഈ ആഫ്റ്റർ ഷേവ് ബോട്ടിൽ, ഒരു വൈറ്റ് ബോട്ടിൽ ഒരു പായ്ക്കപ്പലിലേക്ക് ചിത്രമുള്ള പ്രൊഡക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർ പ്രശ്നം എന്താ വെച്ചാൽ പണ്ട് തൊട്ടുള്ള ബ്രാൻഡാണ്. അപ്പം ഇവർക്കൊരു പുതിയൊരു ജെൻസി ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് ഇതിന് മാറ്റം വരുത്താവുന്ന ലെവലിൽ അവരൊരു കംപ്ലീറ്റ്ലി ഒരു ബ്രാൻഡ് ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ ഒരു റീഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവരുടെ പാക്കറ്റിൻ്റെയൊക്കെ ഒരു സ്റ്റൈലും അതിൻ്റെ കളർ പാലറ്റ്സും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് സക്സസ്ഫുൾ ആയി നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു റീബ്രാൻഡിങ് ആണ്. ദെൻ നമ്മളെ ഡങ്കിൻ ഡോണറ്റ്സ്. അപ്പോൾ ഇപ്പോൾ ഡങ്കിൻ എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്, കാരണം അവർ മറ്റ് പല പ്രൊഡക്ട്സും അവർ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഡോണറ്റ്സ് മാത്രമല്ല, അപ്പം ആ ടേം കാരണം അത് പല സാധനങ്ങളും ഡൊണാൾഡ്സിനെക്കാട്ടും കച്ചവടം നടക്കുന്നുണ്ട്. അപ്പം ആ പേരിൽ നിന്ന് ഡൊണാൾഡ്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡങ്കിൻ എന്ന് മാത്രം ആക്കിയിട്ടുള്ള ഒരു സാധനം. ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റീബ്രാൻഡിങ്ങിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇപ്പം ഈ ഗൂഗിള് പലപ്പോഴും റീഫ്രഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ്
അല്ലെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ഒരു കംപ്ലീറ്റ് റീബ്രാൻഡിങ് ചെയ്തിട്ടുള്ള അവർ റീഫ്രഷ് ഒക്കെ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ് നമുക്ക് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ജാഗ്വാറിൻ്റെ. അവരുടെ ആ ഒരു മറ്റേ കുറച്ചും കൂടെ റഗ്ഗഡ് ആയിട്ടുള്ള ആ സാധനമൊക്കെ മാറ്റിയിട്ട് ഒരു ഫാഷൻ ബ്രാൻഡ് എന്ന ലെവലിലേക്ക് അവർ ഇലക്ട്രിക്കിലേക്ക് മാത്രം മൂവ് ചെയ്തിട്ട് കോപ്പി നത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം കോൺട്രവേഴ്ഷ്യലായി. അത് സക്സസ് ആയോ ഫെയിലിയർ ആയോ എന്നുള്ളത് ഇനി കണ്ടിരേണ്ടതാണ്. കാര്യം അവരുടെ പ്രൊഡക്ട്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതൊരു കുറച്ച് വർഷങ്ങളെടുത്താൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഗ്യാപ്പിൻ്റെ കേസിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കേസാണ്. അപ്പോൾ ഇത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ റീബ്രാൻഡ് 2-3 ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഫെയിലിയർ ആവാം. ചിലപ്പോൾ നമുക്ക് ടൈം എടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു 4 മിസ്റ്റേക്കുകൾ റീബ്രാൻഡിങ്ങിൽ ആൾക്കാർ സ്ഥിരമായിട്ട് വരുത്തുന്ന ഒരു 4 മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? അതായത് റീബ്രാൻഡ് ചെയ്തു എന്നിട്ട് ഞാൻ ആരോടും പറയുന്നില്ല ഇത്. അതായത് ഇത് പലപ്പോഴും നമ്മൾ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. ഇതില്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല ഈ പറഞ്ഞ ബ്രാൻഡ് തന്നെയാണോ ഇത്, അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡാണോ എന്ന് ചിന്തിക്കാം. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്തു എന്ന് ആൾക്കാരെ അറിയിക്കണം. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ചിലവ് തന്നെ ഉണ്ട്. അല്ലാണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാളും ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് പ്രശ്നം വരും. ഇനി മറ്റൊരു മിസ്റ്റേക്ക് വരുന്നത് ഈ വലിയ ബ്രാൻഡ്സുകൾ റീബ്രാൻഡ് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് കൊള്ളാലോ, കാണാൻ ഒരു അടിപൊളി കിട്ടുന്നുണ്ട്, എനിക്ക് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യാം. അവർ ചെയ്തതിന് റീസൺ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഈ പോകുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടാവണമെന്നില്ല. കാരണം ഈ ഭംഗിക്ക് വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം പോകുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രാൻഡുമായിട്ട് ഒരു മാച്ച് ചെയ്യണമെന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ഇനി ഇത് പെട്ടെന്ന് ചെയ്യാം. അതായത് എനിക്ക് ഈ 1-ാം തീയതി ലോഞ്ച് ചെയ്യണം, അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഡിസൈൻ വേണമെന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്, ഇതിനറിയാലോ. അപ്പോൾ ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാണ്ട് ഇത് പെട്ടെന്ന് ചെയ്യണം. ഞാൻ ലോഞ്ച് ഡേറ്റ് ഒക്കെ പുള്ളി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും ആവാണ്ടാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം ആ ഒരു പെട്ടെന്ന് പോകുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഒന്ന് ടൈം എടുത്ത് പ്ലാൻ ചെയ്തിട്ട് പോവുക. ദെൻ പിന്നെ പലപ്പോഴും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ സാധനമാണ് ഈ നമ്മുടെ ടീം ഈ പുതിയ ബ്രാൻഡിൽ അവർക്കൊരു വിശ്വാസം വരണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കോർ മെസ്സേജ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ഇത് കണ്ടുപിടിക്കാൻ, അതായത് അവരുടെ ഒരു പാഷൻ കണ്ടുപിടിച്ച് അവർ ലൈഫ് അതിൽ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കോർ വിഷനൊക്കെ. അപ്പോൾ ഞാൻ ഇവരുടെ സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ പാഷൻ ഇതൊന്നും കണ്ടുപിടിക്കില്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടോ ഒന്നുമില്ല. അതായത് ഇവർ ചെയ്യുന്ന ആ ഒരു വിഷനിൽ പോലും അലൈൻഡ് ആവാണ്ടാണ് ഈ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വയം കുടുംബം നന്നാക്കുക, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കുക എന്ന് പറഞ്ഞൊക്കെ അത് നമ്മുടെ സ്വന്തം കമ്പനിക്കാർക്ക് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ വിശ്വാസം വേണം. പിന്നെ ആപ്പിൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ക്രിയേറ്റിവിറ്റിയിലോ ഇന്നോവേഷനിലോ ഒന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇൻസൈഡ് നമ്മളൊന്ന് ഈ ബ്രാൻഡിങ്ങിനെ അവർക്കും കൂടെ ഒന്ന് വിശ്വാസയോഗ്യമാക്കി അവരെയും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. സോ റീബ്രാൻഡിങ് എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ മാത്രം മരുന്ന് കഴിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് റീബ്രാൻഡിങ് ചെയ്യേണ്ടത്. പക്ഷേ റീഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് പോലെയാണ്. നമുക്ക് ഇടയ്ക്കിടെ കഴിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം മാർക്കറ്റിൽ നമുക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തല്ല. അപ്പം വളരെ സൂക്ഷിച്ച് ആലോചിച്ച് മാത്രം പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് വെച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് റീബ്രാൻഡിങ് എന്ന് പറയുന്നത്. മറ്റൊരു വിഷയമായിട്ട് കാണാം.